ഇരട്ടയാറിൽ വീടിനുള്ളിലെ കട്ടിലിൽ 18-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. കൊലപാതകം എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കെ ജയകുമാർ ചേരുന്നുണ്ട്. ജയൻ, എന്താണ് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? ജയൻ, ഇന്ന് രാവിലെ വീട്ടുകാര് പെൺകുട്ടിയെ വിളിക്കാനായിട്ട് ബെഡ്റൂമിൽ ചെല്ലുമ്പോഴാണ് പെൺകുട്ടി, അത് രാവിലെ 10 മണിയോടെയാണ് 10 മണിയോടെ പെൺകുട്ടി മരിച്ച നിലയിൽ കിടക്കുന്നത് കണ്ടത്. ഉടൻ പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന പരിശോധനയിൽ ഒരു കൊലപാതകമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇരട്ടിയാർ ടൗൺ റോഡിൽ ചേർന്ന് തന്നെ ആണ് താമസിക്കുന്നത്. വീട്ടിലെ മാതാപിതാക്കളോടൊപ്പമാണ്. മാതാപിതാക്കൾ മറ്റു മുറികളിലാണ് കിടന്നുറങ്ങുന്നത്. ഇത് കയറി ചെല്ലുന്ന മുറിയിലാണ് ഈ പെൺകുട്ടി ഉറങ്ങിയിരുന്നത്. ആ മുറിയിലാണ് ഈ പെൺകുട്ടി മരിച്ചു കിടന്നത്. ഈ പെൺകുട്ടി സാധാരണ 10 മണിക്ക് ശേഷമാണ് ഉണരാറുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാര് 10 മണി വരെ പെൺകുട്ടിയെ വിളിക്കാൻ പോയില്ല. ഒരു ബന്ധു വീട്ടിൽ വരികയും ആ കുട്ടിക്ക് ഒരു ബയോഡാറ്റ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയെ വിളിക്കുന്നത്. വിളിച്ച സമയത്താണ് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് കാണുന്നത്. സാധാരണ രാത്രിയിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ട് എന്നുള്ളതാണ് പോലീസിലേക്ക് കൊലപാതകമെന്ന ആദ്യത്തെ സംശയം എത്തിയിരിക്കുന്നത്. പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. ഈ സമീപത്തെ CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ചു വരുന്നു. സംശയമുള്ളവരെ ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഫോറൻസിക് വകുപ്പും പോലീസ് നായും ഒക്കെ വന്നതിന് ശേഷമാണ് ഇനി കൂടുതൽ അന്വേഷണം നടക്കുക. ഇപ്പോഴും ബോഡി ബെഡ്റൂമിൽ തന്നെയാണ്. പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കട്ടപ്പന ഡിവൈഎസ്പിയും ഇടുക്കിയിൽ നിന്ന് ഡിവൈഎസ്പി എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശിവനെ. ശരി ജയകുമാർ, വിവരങ്ങൾ വ്യക്തമാകുന്നു. ഇരട്ടയാറിൽ വീടിനുള്ളിലെ കട്ടിലിൽ 18-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. കൊലപാതകം എന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കട്ടപ്പന, ഇടുക്കി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്.